ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കുക. തകർത്ത് നശിപ്പിക്കപ്പെട്ട മദായിൻ സാലിഹ് ഇന്ന് സൗദി അറേബ്യയിലുണ്ട്. എവിടെയാ സ്ഥലം എന്നാ നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞത്? മദീനയിൽ നിന്ന് എങ്ങോട്ടുള്ള വഴി? ഹിജാസിൽ നിന്ന് തബൂക്കിലേക്കുള്ള വഴിയിലാണ് മദായിൻ സാലിഹ് എന്ന പ്രദേശം ഉള്ളത്. അവിടെയാണ് തകർത്തെറിയപ്പെട്ട പ്രദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ നിന്ന് ഒരു സംഘം അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ തബൂക്കിലേക്ക് പുറപ്പെട്ടു. ഏറെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലായിരുന്നു ആ പോക്ക്. കാരണം നാട്ടിൽ അത്യുഷ്ണം കത്തി നിൽക്കുന്ന സമയം, ഈത്തപ്പനയൊക്കെ വിളവെടുക്കാൻ പറ്റിയ നേരം, കർഷകന്മാരൊക്കെ നാട്ടിൽ ഉണ്ടാവേണ്ട സമയം, അതികഠിനമായ വരൾച്ചയുടെ നേരം. ആ സമയത്താണ് യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടായത്. പലരും പോകാൻ മടിച്ചു നിന്നു. വിശ്വാസികൾ ഒന്നടങ്കം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പുറപ്പെട്ടു. എവിടേക്ക് പോയി? തബൂക്കിലേക്ക് പോയി. ആ തബൂക്കിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് മദായിൻ സാലിഹ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ അള്ളാഹിന്റെ റസൂല് കുറച്ച് ബാക്കിലായിരുന്നു. മുന്നിൽ പോയ കുറച്ച് ആളുകൾ പോയിട്ട് അവിടുത്തെ കിണറിന്ന് വെള്ളമെടുത്തു, മാവ് കുഴച്ചു, ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് ഏർപ്പെട്ടു. അപ്പോഴേക്കാണ് അള്ളാഹുവിന്റെ റസൂല് അങ്ങോട്ട് എത്തുന്നത്. അവർ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മാവ് കുഴച്ച് റൊട്ടി ചുടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അതാ നിങ്ങളുടെ ചട്ടിയിൽ നിങ്ങൾ എടുത്തിട്ടുള്ള വെള്ളവും എല്ലാം നിങ്ങൾ ഒഴിച്ചു കളയണേ. ഈ പ്രദേശത്ത് നിന്ന് എടുത്ത വെള്ളം നമുക്ക് വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ മാവ് നിങ്ങൾ ഒട്ടകത്തിന് കൊടുത്തോളൂ, നിങ്ങൾ തിന്നണ്ട. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്ത് നിങ്ങൾ താമസിക്കല്ലേ, ഇവിടെ നിങ്ങൾ ഇറങ്ങി താമസിക്കല്ലേ, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓടിപ്പോകണം. ഇന്നി അഖ്ശാ യുസീബക്കും മിസ്ല മാ അസാബഹും ലാ തദ്ഖുലൂ അലൈഹിം. തീർച്ചയായും ആ ജനതക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹാബിമാരെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോകണേ. ലാ തദ്ഖുലൂ അലാ ഹൗലാഇൽ മുഅദ്ദബീന. ഇതുപോലെ ശിക്ഷിക്കപ്പെട്ട നാടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ അൻ തകൂനു ബാക്കീന. നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ ആ നാട്ടിലേക്ക് പ്രവേശിക്കരുത്. ഫഇല്ലം തകൂനു ബാക്കീന. ഇനി നിങ്ങൾക്ക് കരയാൻ സാധിക്കുന്നില്ലെങ്കിലോ ഫലാ തദ്ഖുലൂ അലൈഹിം. അങ്ങോട്ട് നിങ്ങൾ പോകണ്ട. അയ്യുസീബക്കും മിസ്ല മാ അസാബഹും. അവർക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കാം. വളരെ കൃത്യമായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ ഹദീസുകളൊക്കെ വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ ആധുനിക പണ്ഡിതന്മാരും മുൻഗാമികളും ഒക്കെ പറഞ്ഞു, ഇത്തരം സ്ഥലങ്ങളിലേക്ക് സിയാഹത്ത് പോകാൻ പാടില്ല, ടൂർ പോകാൻ പാടില്ല. നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ടൂർ പോകരുത്. നമ്മൾ ഉല്ലാസയാത്രയായിട്ട് പോവുകയോ അവിടെ ഇറങ്ങുകയോ അവിടുത്തെ ഹോട്ടലുകളിൽ താമസിക്കുകയോ അവിടെ ഒരു ആനന്ദത്തോടു കൂടി നിങ്ങൾ ആ നാട്ടിലേക്ക് പോകാൻ പാടില്ല. പോകാം, എന്തിന്? ആ സമൂഹം തകർത്തെറിയപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ കണ്ട് പഠിക്കാനും മനസ്സിലാക്കുക എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ അവിടെ പറ്റി എന്താ ഒരു കഴിവല്ലേ, വല്ലാത്ത കരവിരി തന്നെ കേട്ടോ, ഭയങ്കരന്മാരെന്നെ ഇരുന്നിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മദ്ഹ പറയാ അവിടെ പോയാൽ. അങ്ങനെ പറയുന്നവർ അങ്ങോട്ട് പോകരുതെന്നാ പറഞ്ഞത്. നേരെ മറിച്ച് ശിക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ പോകാം, അതിലൂടെ മുറിച്ചു കടക്കുമ്പോൾ കരയണം എന്നാണ്. കരയണം. ഈ സമൂഹത്തിന് ശിക്ഷ തകർത്തെറിയപ്പെട്ട പ്രദേശത്തു കൂടെ പോകുമ്പോൾ അവർക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കും. നിങ്ങൾ അവിടെ ഉല്ലാസത്തോടുകൂടെ. ഇവിടെ സഹാബിമാരെന്താ ചെയ്തത്? അവിടുന്ന് കിണറ്റിന്ന് വെള്ളം മുക്കി, അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലിരുന്നു. അതൊക്കെ ഒഴിച്ചു കളയാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു, ഇവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഇപ്പോൾ മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറയുന്നിടത്തൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ അത്തരം പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പല പാക്കേജുകളുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. അങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റേതൊരു ഉല്ലാസമായിട്ടോ അവിടുത്തെ ഹോട്ടലുകളിൽ താമസിക്കുക, അവിടെ ഡെഡ് സീലൊക്കെ ഇറങ്ങിയിട്ട് ആളുകൾ പിന്നെ നീന്തി തുടിക്കുക, പേപ്പർ വായിക്കുക, ഉല്ലസിക്കുക, ആനന്ദിക്കുക, അങ്ങനെ അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ താമസിക്കുക, അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ശിക്ഷ നടന്നുവെന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളാണ്. അങ്ങനെ ആയിരിക്കാം, സാധ്യതകൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ്. നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷെ അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നതും
കൂടുതൽ സാധ്യതകളൊക്കെയുള്ള പ്രദേശങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ ശ്രദ്ധ വേണമെന്നാണ് ആധുനികരായ പണ്ഡിതന്മാരും ആ വിഷയത്തെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും അതിലൊക്കെ നമുക്കുള്ള പാഠം, ശിക്ഷിക്കപ്പെട്ട സമൂഹത്തെക്കുറിച്ച് ഓർത്ത് അള്ളാഹിൻ്റെ റസൂൽ ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ കരഞ്ഞിരുന്നു. ഒരു സമൂഹം തകർത്തെറിയപ്പെട്ട ആയത്തുകളൊക്കെ ഓതുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ കരഞ്ഞിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റഹ്മത്തിൻ്റെ ആയത്തുകൾ എത്തുമ്പോൾ പാരായണം അവിടെ നിർത്തിവെച്ചിട്ട് അള്ളാഹുവോട് റഹ്മത്തിന് ചോദിക്കാറുണ്ടായിരുന്നു. സ്വർഗനരകങ്ങളെക്കുറിച്ച്, അത് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗം, സമൂഹത്തിനുണ്ടായ വിജയങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം, അങ്ങനെയുള്ള റഹ്മത്തിൻ്റെ ആയത്തുകളൊക്കെ വരുമ്പോൾ അള്ളാഹിനോട് ആ റഹ്മത്ത് ചോദിക്കും. അതേ അവസരത്തിൽ ഇദാ മർറ ബി ആയത്തി അദാബിൻ, അദാബ് നടന്ന ശിക്ഷയുടെ ആയത്തുകൾ, നരകശിക്ഷ, തകർത്തെറിയപ്പെട്ട സമൂഹങ്ങളുടെ ശിക്ഷ, ചരിത്രം, ഇതൊക്കെ വായിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ നിർത്തിവെച്ചിട്ട് അള്ളാഹുവിനോട് കാവൽ തേടാറുണ്ടായിരുന്നു എന്നാണ്. നമ്മളും ഖുർആൻ ഓതുമ്പോൾ ശീലിക്കേണ്ടുന്നൊരു ശീലമാണത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃകയാണത്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ റഹ്മത്തിൻ്റെ ആയത്തുകൾ വരുമ്പോൾ പാരായണം നിർത്തിവെച്ച് ഭക്ത്യാദരപൂർവ്വം അള്ളാഹുവേ ആ റഹ്മത്ത് നീ എനിക്കും തരണേ എന്ന് ചോദിക്കണം. ശിക്ഷയുടെ ആയത്തുകൾ വരുമ്പോൾ റബ്ബേ എന്നെ ശിക്ഷിക്കല്ലേ എന്ന് പറയണം, അങ്ങനെ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു അവിടുത്തെ ഖുർആൻ പാരായണത്തിൻ്റെ രീതി എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടണം. ഇപ്പം റഹ്മത്തിൻ്റെ ആയത്താണ് ഞാൻ ഓതുന്നത്, അദാബിൻ്റെ ആയത്തിലൂടെയാണ് ഇപ്പം എൻ്റെ പാരായണം കടന്നു പോകുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായെങ്കിലല്ലേ അത് പറ്റുള്ളൂ. അത് മനസ്സിലാവാതെ എനിക്ക് എല്ലാം ഒരേപോലെ ആണെങ്കിൽ എനിക്കൊരു വികാരം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇതേപോലെയുള്ള ക്ലാസ്സുകളുടെയൊക്കെ ഒരു മഹത്വം നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇത് പഠിക്കാൻ അവസരം എത്തി നോക്കിയിട്ടില്ലാത്ത ആളുകളെ പോലെയല്ല. ഇപ്പം നിങ്ങൾ ഈ ആയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓതുമ്പോഴെങ്കിലും മനസ്സിലാവില്ലേ, ഇതൊരു സമൂഹത്തിൻ്റെ ശിക്ഷിക്കപ്പെട്ട ചരിത്രമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇത് സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. മൊത്തത്തിലെങ്കിലും മനസ്സിലാവൂലേ, ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും. അങ്ങനെയൊക്കെ അറിയാപ്പോൾ ആർക്കും കഴിയൂല, എല്ലാവർക്കും ഇൽമിന് പരിധികളും പരിമിതികളും ഉണ്ട്. എന്നാലും മൊത്തത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇന്ന വിഷയം അപ്പം പറയുന്നത് എന്നെങ്കിലും ഒരു ധാരണ കിട്ടാൻ ഇതുപോലെയുള്ള മജ്‌ലിസുകൾ തീർച്ചയായും, യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ, വലിയ നഫ്ഉണ്ടാകും, വലിയ പ്രയോജനം ഉണ്ടാകും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി മഹാരഥന്മാരുടെ കൂടെ സ്വർഗവേദി പങ്കിടാൻ തൗഫീക്ക് നൽകപ്പെടുന്നവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ.